റഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ, പുതിയ ലിസാനുൽ ഖുർആനിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ ലിസാനുൽ ഖുർആനിലും കഴിഞ്ഞ വർഷത്തെക്കാളും പാഠം കൂടിയിട്ടുണ്ട്. ഈ വർഷം മൂന്നാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിൽ 10 പാഠമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം 4-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന പാഠങ്ങളൊക്കെ ഈ വർഷം 3-ാം ക്ലാസ്സിലുണ്ട്. ചില പാഠങ്ങളൊക്കെ, ഉദാഹരണം അദവാത്തുൽ ഇസ്തിഫാം, ഇസ്തിഫാമിൻ്റെ അക്ഷരങ്ങൾ, വാക്കുകൾ പഠിപ്പിക്കുന്ന പാഠം, അത് കഴിഞ്ഞ വർഷം 4-ാം ക്ലാസ്സിലെ ലിസാനിലാണ് ഉണ്ടായിരുന്നു. ഇതാ അദവാത്തുൽ ഇസ്തിഫാം, 2 പാഠം ഉണ്ടായിരുന്നു അദവാത്തുൽ ഇസ്തിഫാം. അത് ഈ വർഷം 3-ാം ക്ലാസ്സിൽ തന്നെ ഉണ്ട്. അതുപോലെ അൽ-ലമാഇറുൽ മുത്തസില, ഇത് കഴിഞ്ഞ വർഷം 4-ാം ക്ലാസ്സിലാണ് ഉണ്ടായിരുന്നത്. അൽ-ലമാഇറുകൾ, ലമീറുകൾ കഴിഞ്ഞ വർഷം 4-ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അത് ഈ വർഷം 3-ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പുതുതായൊരു പാഠമാണ് 6 ഭാഗങ്ങൾ പഠിക്കുന്ന ജിഹാത്തുസിത്ത് എന്ന് പറയുന്ന പാഠം. ഇത് പുതിയ പാഠമാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ 3-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലില്ല. അതുപോലെ ഇതൊരു പുതിയ പാഠമാണ്, നിറങ്ങളുടെ പേര് പറയുന്ന പാഠം. ഇത് കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിലില്ല. അതുപോലെ പിന്നെ അഭിവാദ്യ വാചകങ്ങൾ, ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അയാളോട് പറയുന്ന വാചകങ്ങൾ, ഇതൊന്നും കഴിഞ്ഞ വർഷത്തെ 3-ാം ക്ലാസ്സിലെ ലിസാനിലില്ല. ഇനി 3-ാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ ലിസാൻ നിങ്ങൾ കണ്ടു നോക്കൂ. വളരെ സിമ്പിളായ പാഠങ്ങളാണിത്. ഒന്നാമത്തെ ഫിൽ മദ്രസത്തി, ഇവിടെ പഠിക്കുന്ന അക്ഷരം ഫി എന്നാണ്. അടുത്ത പാഠം ഐന, ഇവിടെ പഠിക്കുന്ന ഐന എവിടെ എന്ന അർത്ഥത്തിൽ ഐന എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അവിടെ പഠിക്കുന്നത്. പിന്നെ ഇവിടെ അല, വളരെ സിമ്പിളായ രീതിയിലാണ് കഴിഞ്ഞ വർഷത്തെ മസ്മുക്ക്, ഇവിടെ നിൻ്റെ പേരെന്താണ്, അങ്ങനെ ഇസ്മ് എന്ന് പറയുന്ന ആ ചോദ്യോത്തരങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഇവിടെ ഇന്ദി, എൻ്റെ അടുക്കൽ എന്ന വാക്ക് മാത്രമാണ് പഠിക്കുന്നത്. ഇവിടെ ഹൽ, പിന്നെ കും, അസ്സലാമു അലൈക്കും, പിന്നെ അള്ളാഹു ഖാലിഖുന, അന്തി, ഇവിടെ അന്തി, അന്ത, അന്തും, അന്തുന്ന, ഈ 4 വാക്കുകൾ. ഇത്രേ കഴിഞ്ഞ വർഷത്തെ ലിസാനുള്ളൂ. പക്ഷേ ഈ വർഷത്തെ ലിസാൻ അങ്ങനെയല്ല. ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം പഠിച്ചാലേ എന്താകുള്ളൂ, കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. പിന്നെ ഉള്ളത് ഫസ്റ്റത്തെ പാഠം, പഴയത് പഠിച്ചത് എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യണം. റിവിഷനാണ് ഫസ്റ്റത്തെ. 2-ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ റിവിഷനാണ്. പിന്നെ 2-ാമത്തെ പാഠം മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതിൻ്റെ റിവിഷനാണ്. 2-ാമത്തെ പാഠം മുതലാണ് ശരിക്കും 3-ാം ക്ലാസ് തുടങ്ങുന്നത്. ഇവിടെ മുലാരിയായ ഫീലാണ് ഇവിടെ ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുള്ളത്. അതെന്താണ് മുലാരിയായ ഫീൽ എന്നൊക്കെ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്, റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറയും. പിന്നെ നല്ലോണം വർക്കുകളുണ്ട്. ഓരോ വർക്കുകൾ കുട്ടികൾ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്താകും, നല്ലോണം കാര്യങ്ങൾ മനസ്സിലാകും. ഒരുപാട് പാഠങ്ങളും ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും ലിസാൻ്റെ പ്രത്യേകത, ഒരുപാട് വർക്കുകൾ തന്നുകൊണ്ട് കുട്ടികൾക്ക് പുസ്തകം എങ്ങനെ സിമ്പിളാക്കാം എന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് വർക്കുകളുണ്ട്. വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ സിമ്പിളാകും. ഇതാണ് 3-ാം ക്ലാസ്സിൻ്റെ ലിസാൻ്റെ അവസ്ഥ. നിങ്ങളൊരു അവസാനത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ, അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് എന്താവും, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ലഭിക്കും, ലിസാനുൽ ഖുർആൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പോലെയല്ല, കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡും കുറച്ചും കൂടിയും എന്തായിരിക്കും, നല്ലോണം പഠിച്ചവർക്ക് മാത്രം എഴുതാൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങളായിരിക്കും ഇനി മുതൽ ലിസാനുൽ ഖുർആനിലൊക്കെ ഉണ്ടാവുക. അള്ളാഹു എല്ലാ കുട്ടികൾക്കും വിജയം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.